Let's say good morning to a weekend. രാവിലെ തന്നെ കുളിച്ചേക്കാനായിട്ട് അപ്പോൾ കുളിച്ചിട്ട് 2 ദിവസം സ്ഥലത്തൊക്കെ പോകണം, വീക്കെൻഡാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ താളിയും പിന്നെ പേരയില അരച്ചതും പിന്നെ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടൊരു ഹെയർ മാസ്ക് തലയിൽ അപ്ലൈ ചെയ്ത് തരാറുണ്ട്. മിക്ക വീക്കെൻഡ്സിലും അമ്മ ഇത് എൻ്റെ തലയിൽ തേക്കാറുണ്ട്. ഹെയർ ഗ്രോത്തിന് വളരെ നല്ലൊരു ഹെയർ മാസ്കാണ്. അത് കഴിഞ്ഞ് ഹെയർ മാസ്ക് ഒക്കെ കഴിക്കഴിഞ്ഞ് ഒരു കുളി കഴിഞ്ഞ് വെറുതെ ഇരിക്കണ്ടല്ലോ, അമ്മ എന്നോട് പറഞ്ഞിട്ട് പോയി എണ്ണ നോക്കാൻ. ഇതാണ് കാച്ചെണ്ണ. ഞാനെപ്പോഴും തലയിൽ തേക്കാറുള്ളത് കാച്ചിയ എണ്ണയാണ്, വീട്ടിൽ തന്നെ കാച്ചുന്ന എണ്ണയാണ്. ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് എൻ്റെ അമ്മയോട് ചോദിച്ചാലേ മനസ്സിലാക്കുള്ളൂ. ഇതിൻ്റെ ഒരു വീഡിയോ ഇനി എണ്ണ കാച്ചുന്നതിനായി ഇടുന്നതായിരിക്കും. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇനി വേറൊരു ദിവസം ഞാനതിൻ്റെ വീഡിയോ ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ജനലിൽ കൂടെ വെളിയിൽ കൂടെ പോകുന്ന ആൻറ്റിമാരൊക്കെ നോക്കണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. അമ്മയുടെ കൂടെ പുറത്ത് പോകാൻ കണ്ട് എൻ്റെ അമ്മയാണ് എൻ്റെ നല്ല ചിരി. ബസ്സിലെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക എന്നത് എത്ര മനോഹരമായിട്ടുള്ള കാര്യമാണല്ലേ. കണ്ടില്ലേ പുറത്തെ കാഴ്ചകളൊക്കെ, വലിയ കാഴ്ചയൊന്നും കാണാനില്ലെങ്കിലും വീടുകളും പിന്നെ എൻ്റെ നാടും ഒക്കെ ഇങ്ങനെ കാണാമല്ലോ. വല്ലപ്പോഴും ഞാൻ പുറത്തേക്കിട്ടൊക്കെ ഇറങ്ങാറുള്ളൂ, അതും ടൗണിലോട്ടൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോഴൊക്കെ. അന്നേരം ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് പോകാറുണ്ട്. ബസ്സിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. ഷോപ്പിങ്ങിൽ വാങ്ങിച്ച കാര്യങ്ങളും അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനോടൊക്കെ ഞാനിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയായിട്ട് കുറേ നേരം ഇങ്ങനെ കഥ പറഞ്ഞിരിക്കും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് മിക്കപ്പോഴും ഞങ്ങളിങ്ങനെ കഥ പറയാറുള്ളത്. വീട്ടിലുള്ളപ്പോഴും കഥ പറയും, എന്നാലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അത് വേറൊരു ടൈപ്പാണല്ലോ അല്ലേ. ബസ്സിലെ യാത്രയൊക്കെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കുറച്ച് ദൂരമേ ഉള്ളതെങ്കിലും ബസ്സിലെ ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അത്ര നേരം സുഖമായിട്ടിരിക്കുകയല്ലായിരുന്നു. അത് കഴിഞ്ഞ് നടക്കുമ്പോൾ ഒരു ടയർഡ്നെസ്, നല്ല ക്ഷീണിച്ച് തളർന്ന്. അമ്മ മുന്നിൽ നടക്കുന്നു, ഞാൻ പുറകെ നടക്കുന്നു. അമ്മ ഭയങ്കര ഫാസ്റ്റാണ് ഗൈസ്, ഞാനാണിങ്ങനെ. പിന്നെ ഈ എൻ്റെ നാടിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ എൻ്റെ സ്വന്തം നാട്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ അത്രയൊന്നുമില്ല, എന്നാലും നല്ല പച്ചപ്പ്, നല്ല രസമല്ലേ. ഞാനിവിടെ വന്നിടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അമ്മ ഉണ്ടില്ലേ കുതിച്ച് ചാടിപ്പോകുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തിയിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.